ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നന്നായി എഴുതാൻ പറ്റിയോ? ഇനി നമുക്ക് അടുത്ത എക്സാം ആയ ഫിഖ്ഹിലേക്കുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമ്മൾ മുമ്പ് എല്ലാ വിഷയങ്ങളും കൂടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തണം. ഇനി ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ആദ്യം യോജിപ്പിക്കാനാണ്. ഫർള് എന്ന് പറയപ്പെടും. ഏതാണ്? ഇവിടെ ഓപ്ഷന് തിരഞ്ഞെടുക്കണം. ഫർള് എന്ന് പറയപ്പെടുന്നത് വാജിബിനാണ്. വാജിബ്, ഇതിന് ഫർള് എന്നും പറയപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വാജിബ്. 2, സമയമായാൽ ഉടനെ. സമയമായാൽ ഉടനെ എന്താണ്? നിസ്കരിക്കണം. അടുത്തതോ ലഹരിദ്രാവകങ്ങൾ. ലഹരിദ്രാവകങ്ങൾ സുർക്കയായാൽ ശുദ്ധിയാകും. ലഹരിദ്രാവകങ്ങൾ സുർക്കയായാലാണ് ശുദ്ധിയാകുന്നത്. എന്നാൽ നായ, പന്നി എന്നിവയുടേതല്ലാത്ത ശവത്തിന്റെ തോല് ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. അതുപോലെ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. എന്താണ്? നായ, പന്നി എന്നിവയുടെ അല്ലാത്ത ശവത്തിന്റെ തോല്. അപ്പോ നമുക്ക് പശുവിന്റെ തോല് അങ്ങനെയൊക്കെ തന്നാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം കേട്ടോ. അടുത്തതാ മൂക്കിൽ നിന്നുള്ള രക്തം. മൂക്കിൽ നിന്നുള്ള രക്തം കുറഞ്ഞതിന് ഇളവുണ്ട്. നിസ്കാരത്തിൽ ഇളവുള്ളത്. അടുത്തത് ഹയലുണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 ചാന്ദ്രവർഷമാണ്. ഹയലുണ്ടാകുന്ന കുറഞ്ഞ പ്രായം. അപ്പൊ അതൊക്കെ നമുക്ക് അവിടുന്ന് ഇവിടേക്ക് എടുത്ത് എഴുതണം. അടുത്തത് കൈ, കാൽ, മുഖം എന്നിവ എന്താണ്? കയറ്റി കഴുകണം. മുഖുവിന്റെ സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൈ, കാൽ, മുഖം എന്നിവ കയറ്റി കഴുകണം. അതുപോലെ മടമ്പ്, പിളക്കുഴി എന്നിവ ശ്രദ്ധിച്ച് കഴുകണം. അതൊക്കെ ഓർമ്മ വേണം കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? രാത്രി രക്തം നിന്നാൽ ഡേഷ് നോമ്പെടുക്കാം. എന്താണ്? കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. അടുത്തതോ ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കപ്പെടും. അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. അടുത്തത് പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങിയില്ലെങ്കിൽ വിരോധമില്ല. ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. ഇനി ഓരോ ഉദാഹരണം വീതം എഴുതാനാണ്. ഹറാം. ഹറാമിന് നമുക്ക് മദ്യപാനം. 2, മുത്തവസ്സിത്ത് ലഹരിദ്രാവകങ്ങൾ. മതി, വതി ഏതും എഴുതാട്ടോ. ഇനിയാ ഹലാല്. ഹലാലിന് വില കൂടിയ ഭക്ഷണം കഴിക്കൽ. ഫർള് കിഫായ മയ്യിത്ത് നിസ്കാരം. അങ്ങനെ ഓരോന്ന് എഴുതാം. ഇനി 2 വീതം എഴുതാനാണ്. ഉളൂഇന്റെ സുന്നത്തുകൾ. കിബിലക്ക് മുന്നിടുക, മിസ്വാക്ക് ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിക്കുക. അപ്പൊ അവിടെ 2 നമുക്ക് എഴുതിയാൽ മതി. ഇനി ഹയൽ, നിവാസ് എന്നിവ കൊണ്ട് ഹറാമായത് നിസ്കാരം, സുജൂദ്, തവാഫ്, നോമ്പ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 2 എഴുതാം. ഇളവുള്ള നജസുകൾക്ക് ഉദാഹരണം മുഅല്ലല്ലാത്ത അന്യരക്തം, ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലുള്ളവയുടെ രക്തം, വഴിയിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി. ഇതൊക്കെ നമ്മൾ കുറഞ്ഞതിന് ഇളവ് പറഞ്ഞിരുന്നു. അപ്പൊ അത് 2 എഴുതാം. ഇനി 3 വിധം നജസുകൾ ഉണ്ട്. അതിന്ന് 2. മുഅല്ലല്, മുത്തവസ്സിത്ത്. അങ്ങനെ 2 നജസുകൾ എഴുതാം. 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം ചൊല്ലേണ്ടത് എന്തായിരുന്നു? അഊദു ബിസ്മി, 2 ഷഹാദത്ത്, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്ന് ചൊല്ലണം. ഇസ്തിഹാദ എന്നാൽ എന്ത്? ഹൈള്, നിഫാസിന്റെ സമയമല്ലാത്ത വരുന്ന രക്തമാണ്. ഹൈള്, നിഫാസ് എന്നിവയുടെ സമയമല്ലാതെ വരുന്ന രക്തമാണ് ഇസ്തിഹാദ. നിസ്കാരം സാധുവാകാൻ ശുദ്ധീകരിക്കേണ്ട 3 കാര്യങ്ങൾ: സ്ഥലം, വസ്ത്രം, ശരീരം. സ്ഥലം, വസ്ത്രം, ശരീരം. അടുത്തത് മുഹഫഫായ നജസിന് ഒരു ഉദാഹരണം. മുഹഫഫായ നജസിന് ഒരു ഉദാഹരണം 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. ഇനി പട്ടിക പൂർത്തിയാക്കാനാണ്. ഹൈളിലെ കുറഞ്ഞത് 1 ദിവസം, സാധാരണയിൽ 6-7 ദിവസം, കൂടിയത് 15 ദിവസം. അങ്ങനെ അത് പൂർത്തിയാക്കണം. പിന്നെ നിഫാസ്. നിഫാസില് കുറഞ്ഞത് അല്പസമയം, സാധാരണയിൽ 40 ദിവസം, കൂടിയാൽ 60 ദിവസം. ഇനി വ്യക്തമാക്കാനാണ്. ഹൈള്
ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണ് ഹൈദ്. അടുത്ത മുഅല്ലദ്. നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും. ഇതാണ് മുഅല്ലദ്. അടുത്തത് സുന്നത്ത്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും. ഇതാണ് സുന്നത്ത്. അടുത്തത് നിഫാസ്. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണിത്. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണിത്, നിഫാസ്. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്തി കൊടുക്കണം. മനുഷ്യന്റെ ശവം നജസാണ്. ആണോ? അല്ല, അത് തെറ്റാണ്. മനുഷ്യന്റെ ശവം നജസല്ല. അടുത്തത് 2 കുല്ലത്ത് വെള്ളം ഏകദേശം 200 ലിറ്റർ. അത് ശരിയാണ്, ശരിയിടാം. മുബാഹ് എന്നത് സുന്നത്തിന്റെ മറ്റൊരു പേരാണ്. തെറ്റാണ്. മുബാഹ് ഹലാലിന്റെ മറ്റൊരു പേരാണ്. ഇസ്തിഹാല ഉള്ളപ്പോൾ നിസ്കരിക്കാം. അത് ശരിയാണ്. ഇസ്തിഹാലത്തുകാര് നിസ്കരിക്കാം, നോമ്പെടുക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതും ശരി അടയാളപ്പെടുത്താം. ഇത്രയാണ് ഈ ഫിഖ്ഹിന്റെ മോഡൽ ചോദ്യ പേപ്പറിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാം. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കണം. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.